ഇങ്ങോട്ട് നോക്കാൻ. മുഖത്തോട്ട് നോക്കി സംസാരിക്കണം. ഇങ്ങനെ കുനിഞ്ഞ് താഴോട്ട് നോക്കി സംസാരിക്കുന്നത് കള്ളന്റെ ലക്ഷണമാ. ദേ, മര്യാദയ്ക്ക് പറഞ്ഞേക്കാം. ഇനി ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വീണയെ ഞാൻ ഒന്നും എനിക്ക് കേൾക്കണ്ട. കല്യാണം കഴിയുന്നത് വരെ ഇനി നീ തല കുനിച്ച് എന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് നീയായിട്ടുണ്ടാക്കരുത്. കേട്ടല്ലോ? പൊയ്ക്കോ. എടി, നീ എവിടാ? ഈ നാട്ടിലെങ്ങും ഇല്ലേ? വിളിച്ചാ കിട്ടുന്നുമില്ല, ഓൺലൈനിലും കാണുന്നില്ല. എടി, നീ എപ്പോഴാ വരുന്നേ? കറക്റ്റ് ഡേറ്റ് ഇപ്പൊ പറയണം. നീ വന്നിട്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. സോറി മോളെ, ഇവിടെ ഞാൻ ആകെ പെട്ടതുപോലെയാ. അന്നത്തെ ആ റാഗിംഗ് പ്രശ്നത്തിന് ശേഷം വീട്ടിൽ നിന്ന് ചാടാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടുന്നില്ല. ഞാനേ നിന്റെ ഡാഡിയെ വിളിച്ച് സംസാരിക്കണോ? ഇത്രയും പെട്ടെന്ന് നീ ഇവിടെ വന്ന് ചാർജ് എടുത്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഗുലുമാലാകും. എടി, കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം. എടി, അമ്മ വരുന്നു, ഞാൻ പിന്നെ വിളിക്കാവേ. ആഹാ, പ്രതീക്ഷിക്കാത്ത ആളാണല്ലോ വിസിറ്റർ. വാ, അകത്തേക്ക് വാ. എങ്ങനെയുണ്ട് സർ? മുറിവൊക്കെ ഉണങ്ങിയല്ലോ അല്ലേ? എൻ്റെ ശരീരത്തിനുണ്ടായ മുറിവ് നിസ്സാര. മുറിവിന് മരുന്ന് വെക്കാം. പക്ഷേ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് നിന്റെ മനസ്സിനുണ്ടാവും. കാത്തിരുന്നോ നീ? പവിത്രൻ സാറിന് എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പല്ലിറുമിയ ശബ്ദം കേട്ടല്ലോ. വീഴ്ചയില് പല്ലിനെന്തെങ്കിലും പറ്റിയോ? നീ എങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. നിഖിലിന്റെ പിന്നിൽ നീയും ഉണ്ടെന്ന് എനിക്കറിയാം. ഓ, നിന്റെ സ്ഥിരം രക്ഷകൻ, നിന്നോട് മാത്രം കരുണയുള്ള കരുണൻ സാറേ ഈ സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നതിന്റെ നെകളിപ്പാന്നൊക്കെ എനിക്കറിയാം. തൽക്കാലം നിഖിലിനെ രക്ഷിക്കാൻ നിനക്ക് പറ്റി. ഈ കരുണൻ സാറിന്റെ മുകളിലും ഒരുപാട് സ്റ്റാറുകളുള്ള പോലീസുകാരൊക്കെ ഉണ്ട്. അത് നീ മറക്കണ്ട. അങ്ങനെ ആർക്ക് വേണ്ടിയും എന്ത് കരുണയും വാരിച്ചൊരിയുന്ന ആളൊന്നും അല്ല കരുണനങ്കിളെന്ന് ഗിരിജ മാഡത്തിന് നന്നായിട്ടറിയാം. തെറ്റാരുടെ ഭാഗത്താണെന്ന് നോക്കിയേ പോലീസ് കേസ് എടുക്കാറുള്ളൂ. പിന്നെ ആരെ തെറ്റിയത്? പവിയേട്ടനാണോ? നീയും അവിടെ ഉണ്ടായിരുന്നല്ലേ? ആരാ ഫോണില് ഏത് ഫണ്ടിന്റെ കാര്യാന്നൊന്ന് ചോദിച്ചു പോയി. അതിന് പവിയേട്ടന്റെ മേല് ഒരൊറ്റ ചാട്ടമല്ലായിരുന്നോ നിന്റെ എതിക്കൊച്ചാട്ടൻ? ഭാര്യയും മോനും കൂടി പവിയേട്ടന്റെ ജീവൻ ബാക്കി വെച്ചത് തന്നെ ഭാഗ്യം. ഗിരിജ, എന്തിനാ വെറുതെ അസുഖം അന്വേഷിച്ചു വന്ന ദർശനോട് വഴക്കിടുന്നേ? അല്ല, രാവിലെ തിരക്ക് പിടിച്ച് പോകുന്ന കണ്ടല്ലോ. എങ്ങോട്ടായിരുന്നു? കുന്നുംപുറത്ത് കാവ്. അങ്ങനെ ഒരു കാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഗിരിജ മാഡം? പവിത്രൻ സാറിന് വേണ്ടപ്പെട്ട കാവ. പണ്ട് ഈ കാവിലായിരുന്നു സാറിന്റെ കളിയാട്ടവും സർപ്പന്തുള്ളലും ഒക്കെ. ഒന്നും ഭാര്യയോട് പറഞ്ഞിട്ടില്ലേ? അത് ഇവിടെങ്ങും അല്ല, അങ്ങ് ദൂരെ. നിന്റെ അന്വേഷണമൊക്കെ ഞാൻ അറിഞ്ഞു.
നിന്റെ IPS അഭ്യാസമൊക്കെ കാവിനോടും ദൈവങ്ങളോടും വേണ്ട. അത് നിനക്ക് ദോഷം ചെയ്യും. ശ്രേയ, എവിടെ പോയതാ ഗിരിജ മാഡം? ആ എനിക്കറിയില്ല. ആ, ഗിരിജ, നീ പോയി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? വെള്ളം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇതല്ല, ചൂടുവെള്ളം. പ്രഷർ വേരിയേഷൻ ഉണ്ടോന്ന് ഒരു സംശയം. ചെല്ല്. എനിക്കറിയാം. കുന്നുംപുറത്ത് കാവെന്നും ശ്രേയെന്നും ഒക്കെ കേട്ടാ പവിത്രൻ സാറിന് പ്രഷർ കൂടുവെന്ന്. നിനക്ക് ഞാൻ 8ന്റെ പണി വെച്ചതാ. പക്ഷേ ആദ്യം പണി കിട്ടിയത് എനിക്കായിപ്പോയി. ദർശനെ, നീ ഇപ്പൊ കളിക്കുന്ന ഈ കളി തീക്കളിയാ. എന്റെ പാസ്റ്റ് അന്വേഷിച്ചുള്ള നിന്റെ ഈ പോക്ക് അത് മര്യാദക്ക് നിർത്തുന്നതാ നല്ലത്. ഞാൻ നിർത്താം സർ, സത്യമായിട്ട് നിർത്താം. സാറ് കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞാ മതി. ആരാ സാർ ഈ ശ്രേയ? പുന്നാര മോള് ശ്രേയെക്കുറിച്ചല്ല. ഓൾഡ് സ്റ്റോറി, വെരി ഓൾഡ് സ്റ്റോറി. സാറിന്റെ കല്യാണത്തിനും ഈ സമ്പന്ന ജീവിതത്തിനും ഒക്കെ മുൻപ് മേലനങ്ങി പണി ചെയ്ത ഒരു ഭൂതകാലം സാറിനുണ്ട്, ഇല്ലേ സർ? എന്തുപറ്റി? പ്രേമഭാജനം കൈവിട്ടു പോയ സുന്ദര സുരഭില യാമം, ആ കഥകൾ. നിർത്തടി. IPS പരീക്ഷ പോലും എഴുതാൻ കഴിയാത്ത നെട്ട കോലുപോലെ ഒരു പെണ്ണ് പവിത്രനെ വെല്ലുവിളിക്കുന്നു. ഉണ്ട്. ശ്രേയ എന്നൊരാൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ കാലത്തിൽ പൊലിഞ്ഞൊരു പ്രണയം. അതും പറഞ്ഞ് നീ എന്നെ വരട്ടാന്ന് വിചാരിക്കണ്ട. സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ അറിയും. വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആ വേദന നീ എന്നെ ഓർമ്മപ്പെടുത്തി. സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്നെക്കാൾ ആരാണ് സർ അറിഞ്ഞിട്ടുള്ളത്?